ശരൺ, നിലവിൽ പാർട്ടിയിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധം, സാംസ്കാരിക ലോകത്ത് നിന്ന് ഉയരുന്ന പ്രതിഷേധം, അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ആദ്യത്തെ നടപടി തെറ്റാണ്, ആദ്യത്തെ നീക്കം തെറ്റാണ് എന്ന് വനംവകുപ്പ് മന്ത്രിക്ക് തന്നെ ബോധ്യപ്പെട്ടത്. പിന്നീട് വനംവകുപ്പ് മന്ത്രി തന്നെ സുരേഷ് ഗോപിക്കും മോഹൻലാലിനുമൊന്നും കിട്ടാത്ത നീതി, അല്ലെങ്കിൽ കിട്ടുന്ന നീതി വേടന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കണം എന്ന സൂചനയും നമുക്ക് നൽകിയിരുന്നു. അപ്പോൾ തന്നെ നടപടികളിലേക്ക് കടക്കുമെന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷേ വളരെ വേഗം നടപടികളിലേക്ക് കടക്കുകയാണ്. ഇത് മുഖം രക്ഷിക്കാനുള്ള ഒരു അവസാനത്തെ ശ്രമമാണല്ലേ ശരൺ? അരുൺകുമാർ, തീർച്ചയായിട്ടും മുഖം രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. എന്തായാലും ഇത് സമൂഹ മാധ്യമങ്ങളിലടക്കം, അതായത് ഈ കേസ് ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യപ്പെട്ടത് നേരത്തെ മോഹൻലാലിനെതിരായിട്ടുള്ള ആനക്കൊമ്പ് കേസുമായി ബന്ധപ്പെട്ടാണ്. ആനക്കൊമ്പ് കേസിൽ മോഹൻലാലിന് ലഭിച്ച നീതി എന്തുകൊണ്ട് വേടന് ലഭിച്ചില്ല എന്നുള്ള ചോദ്യം ഉയർന്നു. ഇതോടൊപ്പം തന്നെ അന്ന് ഈ പാലിക്കാത്ത നടപടിക്രമം, അതായത് ഈ മോഹൻലാലിനെ വിളിച്ചു വരുത്തി, നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാതിരുന്ന വനം വകുപ്പ് ഈ ഒരു കേസിൽ വളരെ വേഗത്തിൽ തന്നെ ധൃതിപ്പെട്ട് വേടനെതിരെ നടപടിയെടുക്കുന്നതാണ് കണ്ടിരുന്നത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും, അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തങ്ങൾ ബലിയാടാക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അതായത് നേരത്തെ പോലീസ് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തുന്നത്. അങ്ങനെ പുലിപ്പല്ല് കണ്ടെത്തിയോടുകൂടി അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുന്നു. പ്രത്യേകിച്ച് കോടനാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുന്നു. പ്രാഥമിക പരിശോധനയിൽ അത് പുലിപ്പല്ലാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആദ്യം ചെയ്തത് ഇത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇത് അറിയിച്ച പാടെ തന്നെ അവരുടെ നിർദ്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നടപടികളിലേക്ക് പോയെന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനടക്കമുള്ളവർ പറയുന്നത്. അതായത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ പ്രകാരം കേസെടുക്കുകയും വേടനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയെല്ലാം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഏതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി ഉണ്ടാവുക എന്നുള്ള ഇനി ഏറ്റവും പ്രധാനപ്പെട്ടായി അറിയാനുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ കോടനാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിച്ചത്. അപ്പോൾ ആ റേഞ്ച് ഓഫീസർക്കെതിരെ ആണോ, അല്ലെങ്കിൽ ആ അന്വേഷണ സംഘത്തിലെ തന്നെ മറ്റ് ചിലർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുമെന്നൊക്കെ കാര്യത്തിൽ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായും നേരത്തെ റെയ്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പോലീസിനെ സംബന്ധിച്ച് പോലീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ കഞ്ചാവ് കേസാണ്. കഞ്ചാവ് കേസിൽ അതിനൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ അവിടെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാതിരിക്കൂ.